ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു ഒരു സ്ക്വാഷാണ്. സ്ക്വാഷ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് തയ്യാറാക്കി കുപ്പിയിൽ ആക്കി സൂക്ഷിക്കാൻ പറ്റിയ കാര്യമാണ്. അത് ഒരു ദിവസം കൊണ്ട് കുടിച്ച് തീരുന്നതല്ല, ദിവസങ്ങളോളം വെച്ച് നമ്മൾക്ക് കുടിക്കാൻ പറ്റിയ കാര്യം. പിന്നെ ഇതൊരു ബിസിനസ് ആയിട്ട് വേണമെങ്കിലും തുടങ്ങാൻ പറ്റിയൊരു സംരംഭമാണ്. അതായത് സ്ക്വാഷ്, ജാം, പിക്കിൾസ് ഇതെല്ലാം തന്നെ വീട്ടമ്മമാർക്ക് ഒരു കുടിൽ വ്യവസായം പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യവുമാണ്. അപ്പോൾ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു സ്ക്വാഷ്, ഇത് തന്നെ ഈ രീതിയിൽ പലതരം ഫ്രൂട്ട് ജ്യൂസ് കൊണ്ട് നമുക്ക് സ്ക്വാഷ് തയ്യാറാക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെമൺ സ്ക്വാഷാണ്. ലെമൺ സ്ക്വാഷ് എന്ന് പറയുമ്പോൾ നാരങ്ങ കൊണ്ടുള്ളൊരു സ്ക്വാഷ്. നാരങ്ങ നമുക്ക് സീസണൽ ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ് നാരങ്ങ, ചെറുനാരങ്ങ. അതേസമയം ചെറുനാരങ്ങയ്ക്ക് വളരെ വില കുറഞ്ഞിരിക്കുന്ന ചില സമയം ഉണ്ടാവും. അത് ആ സമയത്താണ് നമ്മൾ സീസണാണെന്ന് പറയും, ചെറുനാരങ്ങയുടെ സീസൺ. അപ്പോൾ ഒരുപാട് ലാഭമാണ്. ഇപ്പോൾ ഒരു പക്ഷേ നാരങ്ങ വാങ്ങാൻ പോയാൽ ഒരു നാരങ്ങയ്ക്ക് നമ്മൾ 5 രൂപ എല്ലാം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 6 രൂപ ഒരു നാരങ്ങയ്ക്ക്. പക്ഷേ ഒരുപാട് കിട്ടുന്ന സമയം ആണെങ്കിൽ ധാരാളമായിട്ട് നാരങ്ങ വാങ്ങി ഇതുപോലെ അതിൻ്റെ ചാറെടുത്ത് നമ്മൾ സ്ക്വാഷ് തയ്യാറാക്കി വെച്ചാൽ കുറേ ദിവസം കേടാകാണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മളൊരു 50 നാരങ്ങയിൽ നിന്നും പിഴിഞ്ഞെടുത്ത ചാറ്, ഏകദേശം 2.5 കപ്പ് അളവ് പറയുകയാണെങ്കിൽ 2.5 കപ്സ്, 240 ml 2.5 കപ്പാണ് എൻ്റെ അളവ്. അതിന് 1 കിലോ പഞ്ചസാര, പിന്നെ 1/2 ലിറ്റർ വെള്ളം, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒരല്പം സിട്രിക് ആസിഡ്, പിന്നെ പ്രിസർവേറ്റീവ് എന്ന് പറയുമ്പോൾ KMS. പ്രിസർവേറ്റീവ് നമ്മളിത് കേടാകാണ്ട് കുറച്ച് ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രിസർവേറ്റീവ് ചേർക്കണം. കുപ്പിയിലാക്കി വിൽക്കുകയാണെങ്കിൽ, വീട്ടാവശ്യത്തിനാണെങ്കിൽ ഇപ്പോൾ KMS ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ദിവസത്തേക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി. അങ്ങനെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. നമ്മളുടെ ലെമൺ സ്ക്വാഷ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുനാരങ്ങ നീര് 2.5 കപ്പ്, പഞ്ചസാര 1 കിലോ, വെള്ളം 2.5 കപ്പ്, സിട്രിക് ആസിഡ് 1/2 ടീസ്പൂൺ, ലെമൺ എസൻസ് 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ആകാം, KMS 1/4 ടീസ്പൂണിൻ്റെ പകുതി. ഇനി നമുക്ക് ലെമൺ സ്ക്വാഷ് തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ നാരങ്ങ നീര് റെഡി ആയിരിക്കുവാണ്. 50 നാരങ്ങ പിഴിഞ്ഞെടുത്ത നീര്, 1 കിലോ പഞ്ചസാര, പിന്നെ 1/2 ലിറ്റർ വെള്ളം, അതായത് ഏകദേശം ഒരു 2 കപ്പ് വെള്ളം. ഇത്രയും കാര്യങ്ങൾ ആദ്യമേ റെഡി. ഇനി നമ്മൾ അടുപ്പ് കത്തിക്കുന്നു, എന്നിട്ട് പാത്രം അടുപ്പിലേക്ക് വയ്ക്കുന്നു. അപ്പോൾ പാത്രത്തിലേക്ക് നമ്മൾ 1 കിലോ പഞ്ചസാരയും അതിനോടൊപ്പം 1/2 ലിറ്റർ വെള്ളം, 2 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ പഞ്ചസാര അലിയും, എന്നിട്ട് ഈ ഷുഗർ സിറപ്പ് ഒന്ന് തിളയ്ക്കണം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ശരിക്കും നല്ല പുളിയാണ്. നാരങ്ങ കൊണ്ടുള്ള സ്ക്വാഷിന് എത്രത്തോളം സിട്രിക് ആസിഡ് ചേർക്കണം എന്നുള്ളത് നമ്മൾ അവിടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ടാണ്. കാര്യം ഇത് ഓൾറെഡി പുളിയാണ്. എന്നാൽ പോലും നാരങ്ങയുടെ പുളി ഉണ്ടെങ്കിലും പഞ്ചസാര ഇത്രയും ചേർക്കില്ല. അപ്പോൾ ഒരു ചെറിയൊരു പുളി അഡീഷണലായിട്ട് നമ്മൾ ചേർക്കണം. അതിനാണ് നമ്മൾ സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ തരി പഞ്ചസാര മാതിരി ഇരിക്കും സിട്രിക് ആസിഡ്. ഇത് വാങ്ങാൻ കിട്ടും പ്രൊവിഷൻ സ്റ്റോഴ്സിൽ. പിന്നെ ഇതൊരു 1/2 ടീസ്പൂണാണ് ഞാൻ അളവ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും 1/4 ടീസ്പൂൺ ആദ്യമേ തന്നെ നമ്മൾ ഈ പഞ്ചസാര ലായനിയിലേക്ക് ചേർക്കണം. പഞ്ചസാരയും വെള്ളവും കൂടിയുള്ള തിളയ്ക്കാനായിട്ടിരിക്കുന്ന ഈ ഒരു മിശ്രിതം, അത് എന്തിനാണ് എന്ന് വെച്ചാൽ ഈ സിട്രിക് ആസിഡിൻ്റെ ഒരു പകുതി, നമ്മൾ പറഞ്ഞ അളവിൽ നിന്നും പകുതി 1/4 ടീസ്പൂൺ ചേർക്കുമ്പോൾ ഈ പഞ്ചസാരയിലെ അഴുക്കെല്ലാം നന്നായിട്ട് ഇളകി വരും. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ സിട്രിക് ആസിഡ് നമ്മൾ അളവെന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂണാണ് ടോട്ടൽ. ഇത് ഈ ഒരു ലെമൺ സ്ക്വാഷിന് 1/2 ടീസ്പൂണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പകുതി, അതായത് 1/4 ടീസ്പൂൺ നമ്മൾ ആദ്യമേ തന്നെ ഈ പഞ്ചസാര വെള്ളം മിശ്രിതത്തിലേക്ക് മാറ്റാൻ പോകണം. ഇത് ചെറിയ തരി പഞ്ചസാര മാതിരി ഇരിക്കും, പക്ഷേ ഇതൊരല്പം ഒന്ന് വായിൽ വെച്ച് നോക്കുമ്പോൾ നല്ല പുളിയായിരിക്കും. സഹിക്കാൻ പറ്റുന്ന പുളിയല്ല, അത്രയ്ക്ക് പുളിയാണ്. ഒരു 1/4 ടീസ്പൂൺ ആദ്യം നമുക്ക് ഈ പഞ്ചസാരയുടെ കൂട്ടത്തിൽ ചേർക്കാം. പഞ്ചസാര തിളപ്പിക്കാനായിട്ട് പഞ്ചസാര ലായനി ഈ വെള്ളം. അപ്പോൾ ഈ പഞ്ചസാരയിലെ അഴുക്കെല്ലാം നന്നായിട്ട് ഇളകി വരും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് നന്നായിട്ടിത് മെൽറ്റായി അത് അലിഞ്ഞ് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു തുണിയിലൂടെ അരിച്ച് മാറ്റണം. എല്ലാ അഴുക്കും അന്നേരം മാറിക്കിട്ടും. കണ്ടില്ലേ, തിളച്ച് തുടങ്ങിയപ്പോൾ തന്നെ ആ പഞ്ചസാരയിലെ അഴുക്കെല്ലാം ഇളകി തുടങ്ങി. ഈ വൈറ്റായിട്ട് ഇങ്ങനെ മുകളിലിങ്ങനെ പദമാതിരി വന്നിരിക്കുന്ന ആ പഞ്ചസാരയിലെ അഴുക്കാണ്. ഇതെല്ലാം പഞ്ചസാരയിലെ മാലിന്യം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. അതിൻ്റെ അഴുക്കെല്ലാം മുകളിലേക്ക് പൊങ്ങി വന്നു. ഇനി വേറൊന്നും ചെയ്യാനില്ല. ഇത് നമ്മളൊരു തുണിയിലൂടെ, ഒരു മൽമൽ തുണിയാണ് വൈറ്റ്, അതിലേക്ക് ഞാൻ അരിപ്പയുടെ മുകളിൽ തുണി ഇട്ടിരിക്കുകയാണ്, നനച്ച് പിഴിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒഴിക്കും. അപ്പോൾ ഈ അഴുക്കെല്ലാം ആ തുണിയിൽ പറ്റി പോകും. തീ ഓഫ് ചെയ്യാം, എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കും. തുണിയിലൂടെ അരിക്കുകയാണ് നമ്മൾ.
അപ്പോൾ എല്ലാ അഴുക്കും നമ്മൾ തുണിയിലൂടെ അരിച്ചു മാറ്റി. നോക്കൂ, ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഷുഗർ സിറപ്പ് റെഡിയാണ്. അപ്പോൾ നമ്മുടെ ശുദ്ധമായ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഒരു തരം മാലിന്യവും ഇതിനകത്തില്ല. വളരെ പ്യുവർ ആയിട്ടുള്ള ഷുഗർ സിറപ്പ്. ഇത് തണുക്കാനായിട്ട് റൂം ടെമ്പറേച്ചർ, അതായത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ്, ആ ഒരു ടെമ്പറേച്ചർ നല്ല ലെവൽ തണുക്കണം. തണുക്കുന്നവരെ ഫാനിട്ട് തണുപ്പിക്കുക. തണുത്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ഇതിൽ ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊരു അല്പസമയം നമ്മൾ ഫാനിൻ്റെ താഴെ വെച്ചിട്ട് ഇളക്കി അതിൻ്റെ ആ ചൂട് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങയുടെ നീര് 2.5 കപ്പുണ്ട്, അതിലേക്ക് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്ത ഷുഗർ സിറപ്പിലേക്കാണ് നാരങ്ങയുടെ നീര് ചേർക്കുന്നത്. സിട്രിക് ആസിഡ് നമ്മൾ 1/4 ടീസ്പൂണാണ് ചേർത്തത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബാക്കിയുണ്ട് അളവനുസരിച്ച്. അപ്പോൾ ടോട്ടൽ 1/2 ടീസ്പൂൺ സിട്രിക് ആസിഡ്, അതിൽ 1/4 ടീസ്പൂൺ നമ്മൾ പഞ്ചസാര തിളപ്പിച്ച ആ സ്റ്റേജിലാണ് ചേർത്തത്, ആ അഴുക്ക് മാറ്റാനായിട്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ സിട്രിക് ആസിഡ്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ചേർത്തിട്ട് അതിലേക്ക് ഈ ജ്യൂസിൽ നിന്നും കുറച്ച് ഒഴിച്ച് ഇളക്കാം. അല്പം എടുത്തിട്ട് എന്നിട്ട് അലിയുന്നത് വരെ ഇതിലേക്ക് തന്നെ 2 കാര്യങ്ങൾ കൂടി ചേർക്കാം. ഒന്ന് പ്രിസർവേറ്റീവാണ്. പ്രിസർവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് KMS എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്. ഇത് ഇങ്ങനെയുള്ള സ്ക്വാഷുകളിലെല്ലാം ഈ KMS ആണ് ചേർക്കേണ്ടത്. ഇപ്പം അല്ലാണ്ട് ഇപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് അല്ലെങ്കിൽ മാങ്ങ കൊണ്ടുണ്ടാക്കുന്ന സ്ക്വാഷ്, അതിനെല്ലാം വേണമെങ്കിൽ സോഡിയം ബെൻസോവേറ്റ് ചേർക്കാം. പക്ഷേ ഇതിന് KMS ആണ് നല്ലത്. ഇതും ഇതിപ്പോൾ ശരിക്കും അളവെന്ന് പറയുന്നത് 3/4 ടീസ്പൂൺ എടുത്തിട്ട് അതിൻ്റെ പകുതി, ഈ അളവിന് അത്ര ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഒരു 3/4 ടീസ്പൂണാണ്, അതിൻ്റെ പകുതി ഇതിലേക്ക് ചേർക്കാം. 3/4 ടീസ്പൂണിൻ്റെ പകുതി. ഇതിൽ ഇച്ചിരി കട്ടയൊക്കെ ഉണ്ടാവും, അപ്പോൾ ആ തരിയെല്ലാം ഒന്ന് അലിയിക്കാനാണ് കുറച്ച് ക്വാണ്ടിറ്റിയിലെടുത്ത് നമ്മൾ യോജിക്കുക. അപ്പോൾ ഇതിൽ സിട്രിക് ആസിഡും ഉണ്ട് 1/4 ടീസ്പൂൺ. ഇപ്പോൾ KMS എന്നുള്ള പ്രിസർവേറ്റീവും നമ്മൾ ചേർക്കുകയാണ്. അത് 3/4 ടീസ്പൂൺ എടുത്തിട്ട് അതിൻ്റെ പകുതി. ഇനി കുറച്ച് എസെൻസ്, ലെമൺ എസെൻസ്, അതും ഒരു 3/4 ടീസ്പൂണിൻ്റെ പകുതി. ഒരു 3/4 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് ഇതൊരു ടീസ്പൂൺ ഇല്ല, 3/4, അതിൻ്റെ പകുതി. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഒരു തുണി ഇട്ടിട്ട് അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ച് മാറ്റണം. കാര്യം കുറച്ച് തരിയെല്ലാം ഉണ്ട്. നാരങ്ങാ നീര് നമ്മൾ അരിച്ചെടുത്തതാണ്, എന്നാൽ പോലും ഞാൻ തുണിയിലല്ല അരിച്ചത്, അതുകൊണ്ട് ഒരല്പം തരിയുണ്ട്. ഒരു പക്ഷേ നമ്മൾ നാരങ്ങാ നീര് എടുക്കുമ്പോൾ തന്നെ തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ അരിക്കൽ ഒഴിവാക്കാം. പകരം ഇപ്പോൾ നമ്മളിങ്ങനെ അലിയിച്ചെടുത്ത കാര്യങ്ങൾ ഒരു ചെറിയ അരിപ്പയിലൂടെ ഒരു തുണി ഇട്ടിട്ട് അരിച്ച് ഇതിനകത്തേക്ക് ചേർത്താൽ മതിയാകും. ഇതിപ്പോൾ കുഴപ്പമില്ല, ഇത് നമുക്കിതെല്ലാം കൂടി ഒന്നിച്ചാക്കാം. ഇനി നമുക്കൊരു തുണിയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ലെമൺ സ്ക്വാഷ് ഇവിടെ റെഡിയാണ്. ഇത് കുപ്പികളിലേക്ക് പകർന്ന് നന്നായിട്ട് അടച്ച് സൂക്ഷിച്ചാൽ എത്ര നാളാണെങ്കിലും കേടാകാണ്ടിരിക്കും. പിന്നെ ഒരു ലേബലൊക്കെ വെച്ചിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബിസിനസ് സംരംഭമാക്കണം എന്നുള്ളവർക്ക് ഒരു പേരൊക്കെ ഇട്ട് ലേബലൊക്കെ ഒട്ടിച്ചിട്ട് കുപ്പികളിലാക്കി വിൽക്കുകയും ചെയ്യാം. ഇത് നമ്മളിനി ഇതിൻ്റെ മിക്സിങ്. അപ്പോൾ സ്ക്വാഷ് ആരെങ്കിലും അതിഥികൾ വന്നാൽ കൊടുക്കുന്നതിനൊരു രീതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾക്ക് കുടിക്കാൻ എങ്ങനെയാണ്, കുറച്ചെടുക്കുക, സിറപ്പ് കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇത് ചില വലിയ ഗ്ലാസ്സാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ സിറപ്പ് വേണം. വെള്ളം. അങ്ങനെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ലെമൺ സ്ക്വാഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കി നമ്മൾ ഇതിപ്പോൾ ഈ അളവിൽ നിന്നും 1.5 ലിറ്റർ, അതായത് ഏതാണ്ട് 1.5 കുപ്പി, 1.5 ലിറ്ററാണ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുക. അപ്പോൾ ആവശ്യാനുസരണം സിറപ്പ് ഒഴിക്കുക,
തണുത്ത വെള്ളം ഒഴിക്കുക, അതിൻ്റെ മുകളിൽ ഐസിട്ട് കുടിക്കുക. നല്ല റിഫ്രഷിംഗ് ആയിരിക്കും. നമുക്ക് ശരിക്കും നല്ല ദാഹമൊക്കെ മാറി എളുപ്പമല്ലേ കാര്യങ്ങൾ. വീട്ടിൽ അതിഥികൾ വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എന്തായാലും വീട്ടിൽ തന്നെ നമ്മൾക്ക് സ്ക്വാഷ് തയ്യാറാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇത് നാരങ്ങയുടെ സ്ക്വാഷ്, ലെമൺ സ്ക്വാഷ്. ഇതുപോലെ ഏത് ഫ്രൂട്ടിൻ്റെ ജ്യൂസിൽ നിന്നും വേണമെങ്കിലും നമുക്ക് സ്ക്വാഷ് തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആവിലൂടെ കാണാം.